പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു വിതരണം പ്രഖ്യാപിച്ചു. 21ാമത്തെ ഗഡു ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ തുക തടസ്സപ്പെട്ടിട്ടുള്ള ആളുകളും ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഒരു ജനപ്രിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ ഒരു പദ്ധതിയുടെ 22ാമത് ഗഡു 9 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതോടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. 4 മാസത്തെ ഇടവേളകളിലായി 2000 രൂപ വെച്ച് 3 തവണകളായി ഒരു വർഷത്തിൽ 6000 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത്. 21ാം ഗഡു നമുക്കറിയാം കോയമ്പത്തൂരിൽ വെച്ച് നവംബർ മാസത്തിലാണ് വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ 4 മാസത്തെ ഇടവേളകൾ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ് ഈ ഒരു മാർച്ച് മാസം 11ാം തീയതിയോടുകൂടി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി ഔദ്യോഗികമായി നടത്തുന്ന പൊതു ചടങ്ങുകളിൽ വെച്ചാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കുന്നത്. ഇനി നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന വേളയിൽ ഈ ഒരു തുക വിതരണം സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വരും. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വിതരണം അതിനു മുൻപായി തന്നെ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെയാണ് തുക വിതരണം നടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തുക മാർച്ച് മാസത്തിൽ തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന വേളയിൽ ഉണ്ടാകും. ഔദ്യോഗിക സ്ഥിരീകരണം ഉടനെ തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ തുക വിതരണം ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനായി നിങ്ങൾക്ക് www.pmkisan.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ലഭ്യമാണ്. ഓരോ ജില്ല തിരിച്ച്, വാർഡ് തിരിച്ച് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ പേരും അതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കുകയും ചെയ്യാം. ഇല്ല എങ്കിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി അത് തിരുത്തൽ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു 22ാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയുള്ളൂ. ലാൻഡ് സീഡിംഗ്, അതായത് ലാൻഡ് വെരിഫിക്കേഷൻ, ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യൽ, അതുപോലെ തന്നെ KYC തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കണം. ഭൂമി ഉണ്ടായിരുന്നത് പിന്നീട് വിൽപ്പന നടത്തിയാലും ഈ ഒരു തുക പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 2019 വരെ കൃഷിഭൂമി ഉള്ളവർക്കാണ് ഈ ഒരു തുക ലഭിക്കുക. അതിനുശേഷം ഭൂമി വാങ്ങി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തുക ലഭിക്കുകയുമില്ല. അനർഹമായി ഈ ഒരു തുക കൈപ്പറ്റിയാൽ ആ ഒരു തുക തിരിച്ചടക്കേണ്ട സാഹചര്യവും ഉണ്ടാവും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഗുണഭോക്താക്കൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.